ഹായ്, ജൂബിലി മോട്ടോറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സെയിലിനുള്ള ഹോണ്ട അമേസ് ആണ്. 2021 രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് 42,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ എസ് വേരിയന്റിൽ വരുന്ന വാഹനം. ഈ വാഹനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പരിചയപ്പെടുമ്പോൾ 2017 ശേഷം 18 മുതലാണ് ഈ ഒരു ഫേസ് ലിഫ്റ്റഡ് മോഡലായിട്ടുള്ള ഹോണ്ട അമേസ് നമ്മളെ കേരള മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ളത്. ഹോണ്ട അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഉള്ളൊരു മോഡലാണ്. ഹോണ്ടയുടെ അമേസ് നല്ല മൈലേജും കാര്യങ്ങളും അന്ന് സമ്മാനിച്ചതിന് ശേഷം പുതിയൊരു ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ അത്യാവശ്യം ജനപ്രിയത പിടിച്ചു പറ്റിയ ഒരു അടിപൊളി മോഡലായിരുന്നു ഹോണ്ടയുടെ അമേസ്, ഈ ഷേപ്പിൽ വരുന്ന വാഹനം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഈ ഒരു വാഹനമാണ്. സിംഗിൾ ഓൺഷിപ്പിലാണ് നമ്മളെ വാഹനം വരുന്നത്. നമുക്കൊന്ന് എക്സ്റ്റീരിയർ ഫുള്ളൊന്ന് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. അപ്പോൾ ഈ എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സെഡാൻ ടൈപ്പിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത പേൾ വൈറ്റ് കളറിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. എസ് വേരിയൻ്റ് ആണ് വരുന്നത്. എസ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ബേസ് ആണ് വരുന്നത്. പക്ഷേ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഒരു അലോയ് വീൽ ഇല്ല എന്നുള്ളൊരു കമ്മി മാത്രമേ നമുക്ക് ഈ വാഹനത്തിലുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിലും ഈ ബോഡി ലൈൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ളിൽ വരുന്ന അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം. അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സ് തന്നെ കാര്യങ്ങളുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് ആയിട്ടുള്ള മിറർ ഉണ്ട്. ഓട്ടോമാറ്റിക് അല്ല, ഇലക്ട്രിക് ഇതായിട്ടുള്ള ഫോൾഡിങ് മിറേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കിൽ ഈ ഷാർക്ക് ഫിന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു രസമായിട്ട് തന്നെ നമുക്ക് ഈ വാഹനം എവിടെയും ധൈര്യത്തിൽ കൊണ്ടു നിർത്താം. ആരും മുമ്പിലും കൊണ്ടുപോകാൻ പറ്റില്ല. അടിപൊളി വേരിയൻ്റാണ്. അടിപൊളി മോഡലാണ് ഈ ഹോണ്ടയുടെ അമേസ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലൊരു ലുക്ക് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഒരു ബോക്സി ടൈപ്പ് ആണെങ്കിലും കാണാൻ നല്ലൊരു ഭംഗി, ആ ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു അടിപൊളി വാഹനം തന്നെയാണ്. ബൂട്ട്സ് തുറന്ന് കാണിച്ചു തരാം ഞാൻ. ബൂട്ട് ഭാഗങ്ങളും കാര്യമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസും കാര്യങ്ങളും തന്നെ ഉണ്ട്. പിന്നെ ഈ വാഹനത്തിന് നല്ലൊരു സ്റ്റെപ്പിന് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സ്റ്റെപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻറ്റീരിയർ കൺട്രോൾ അത്യാവശ്യം നീറ്റാണ്. തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വാഹനമാണ് ഞാൻ സെയിലിന് കൊടുത്തിട്ടുള്ളത്. വേറെ തട്ടുമുട്ട് ആക്സിഡൻറ്റുകളോ കാര്യങ്ങളൊന്നും, എല്ലാം ജെനുവിനാണ്. ഗ്ലാസും കാര്യങ്ങളൊക്കെ ജെനുവിനാണ്. IV ടെക് എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത്. ടയറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പ് കാര്യങ്ങൾ ഒരു ആവറേജ് 80% 70%ഓളം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ബോണറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കി നോക്കുകയാണെങ്കിൽ ബോണറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളില്ല. എല്ലാം കമ്പനി പേസ്റ്റിങ്ങിനോട് വരുന്നത്. ഇത് ഹോണ്ടയുടെ പൊതുവേ വരുന്ന പേസ്റ്റിങ്ങിൻ്റെ ഒരു ശൈലിയാണ്. ഇങ്ങനെ ഒരു വാരി തേച്ച പോലെ എല്ലാ ഹോണ്ട വാഹനങ്ങൾക്കും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് ഹോണ്ടയുടെ പേസ്റ്റിങ് വരുന്നത്. വേറെ അപാകതകളോ കാര്യങ്ങളോ ഫ്ലഡഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എഞ്ചിനൊക്കെ പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. വെറും 42,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനം വരുന്നത്. നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമ്മളെ അടുത്ത് അവൈലബിൾ ആണ്. ബാക്കി നമുക്ക് ഇൻറ്റീരിയർ കാര്യങ്ങൾ സംസാരിക്കാം. ഇൻറ്റീരിയർ നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹിപ്പ് സപ്പോർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സപ്പോർട്ടൊക്കെ വരുന്നൊരു അടിപൊളി സീറ്റാണ് ഹോണ്ട നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കുഷനിങ്, ഒരു പ്രീമിയം ലുക്ക് തന്നെ തരുന്നൊരു അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഇൻറ്റീരിയറിൽ കമ്പനി തന്നെ കൊടുക്കുന്നൊരു സ്റ്റീരിയോ ഉണ്ട്. അതുപോലെ തന്നെ AC കൺട്രോളൊന്നും ഓട്ടോമാറ്റിക് അല്ല, എല്ലാം ഒക്കെ മാനുവലായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനുള്ള. കാരണം ബേസ് വേരിയൻ്റ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടച്ച് സ്ക്രീനും കാര്യങ്ങളും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും കൊടുത്താൽ നല്ലൊരു സിസ്റ്റം ആയിരിക്കും. അപ്പോൾ തന്നെ സ്റ്റിയറിങ്ങിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് കൺട്രോൾ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. കോൾ എടുക്കാനും കട്ട് ചെയ്യാനും അതുപോലെ വോളിയം കൂട്ടാനും അതേപോലെ ഇതിൻ്റെ സോഴ്സ് മാറ്റാനൊക്കെ ഉള്ള സിസ്റ്റം നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രീമിയം ടച്ച് വരുന്ന നമുക്കൊരു ഡാഷ്ബോർഡും കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ തരുന്നൊരു ഡാഷ്ബോർഡും കാര്യങ്ങളും അതിൻ്റെ ഒരു തീമും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നമുക്ക് മിറർ കാര്യങ്ങൾ ഇലക്ട്രിക്കലി തന്നെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ 4 പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ വാഹനത്തിൽ എസ് വേരിയൻറ്റിൽ ഹോണ്ട കൊടുത്തിട്ടുള്ളത്. ബാക്കി നമുക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഇനി ഈ വാഹനം ഓടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ വാഹനം നമ്മൾ പെട്രോൾ വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു തരി വൈബ്രേഷനോ കാര്യങ്ങൾക്കോ നമ്മളെ ഉള്ളിലേക്ക് എഫക്റ്റ് ചെയ്യില്ല. അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടാണ് കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി മുതലാണ് നമ്മൾ ഈ വാഹനം വരുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യപ്പെട്ട് നിങ്ങൾക്ക്
ഈ വാഹനം നമുക്ക് പർച്ചേസ് ചെയ്യാം. എല്ലാ ലോൺ സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മളടുത്ത് അവൈലബിൾ ആണ്. നല്ലൊരു പ്രീമിയം ലുക്ക്, പ്രീമിയം യാത്ര കംഫർട്ട് എല്ലാം നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഹോണ്ടയുടെ മുതലാണ്, അതുകൊണ്ട് തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു അവരൊരിക്കലും അവരുടെ സ്റ്റാൻഡേർഡ് വിട്ടുള്ളൊരു കളി അവരൊരിക്കലും ചെയ്യില്ല. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു പ്രീമിയം സെറ്റപ്പ് തന്നെ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. നല്ല സെയിൽ വരുന്നൊരു വാഹനമാണ്. ഹോണ്ടയുടെ കാര്യത്തിൽ നല്ലൊരു സെയിൽ വരുന്നൊരു വാഹനമാണ് ഹോണ്ടയുടെ അമേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 2021 മോഡലാണ്, 42,810 കിലോമീറ്ററാണ് ഈ വാഹനം സഞ്ചരിച്ചിട്ടുള്ളത്, ഇതുവരെ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 0 റീപ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇനി വേണ്ടെന്ന് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഹോണ്ടയിൽ ബന്ധമോ കാര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യപ്പെട്ട് നിങ്ങൾ ഹിസ്റ്ററി എടുത്തോളൂ, എന്നെ കോൺടാക്ട് ചെയ്തോളൂ. താഴെ കാണുന്ന നമ്പറിലാണ് എന്നെ കോൺടാക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനും എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നേരിട്ട് സംസാരിക്കാം. നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജൂബിലി മോട്ടോറിംഗ് ആണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ അടിപൊളി വാഹനങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.